പരിപാടി ഒരു പൊതിക്കെട്ടൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ട സംഭവം എന്നാന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മുത്താരി ഇല്ലേ, മുത്താരി കുതിരാൻ വേണ്ടി അങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അയ്യോ പണി പാളിയും തോന്നടി. അയ്യോ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് അനങ്ങുന്ന കണ്ടോ? ഇതിൻ്റെ അകത്ത് ഉറുമ്പ് കയറി. ഇതിൻ്റെ അകത്ത് ഉറുമ്പ് കയറുവോ? ഇത് കണ്ടോ അനങ്ങുന്നുണ്ടോ? കണ്ടോ ഉറുമ്പല്ലേ ഇടി അത്? അനങ്ങുന്നുണ്ട്. കുടലിട്ട് നോക്കട്ടെ. ഞാനുണ്ടല്ലോ ചേട്ടാ ഇപ്പൊ വരാവേ. ഇതിട്ട് ഉണക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇത് കണ്ടോ മുള വന്നത് കണ്ടോ? ഇതിങ്ങനെ മുളപ്പിച്ച് ഉണങ്ങി പൊടിക്കുവാണെങ്കിൽ, വരാം മോനെ, പൊടിക്കുവാണെങ്കിൽ ഭയങ്കര ഔഷധ ഗുണമാണ് ഇത്. മറ്റേ നമ്മൾ സാധാരണ പൊടിച്ചിട്ട് നമ്മൾ പിന്നെ എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ പൊടിച്ചെടുക്കുവാണെങ്കിൽ ഭയങ്കര ഗുണം കൂടുതലാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മുഴുവൻ എടുക്കട്ടെ. ഞാനിപ്പോൾ അബദ്ധം പറ്റിയോന്നൊരു സംശയം നോക്കട്ടെ. ഇതുണ്ടോ ഫുള്ള് മുള വന്നത്, ഭയങ്കര ഗുണമാണ് ഇത്, ഇരട്ടി ഗുണമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റാഗി മുളപ്പിച്ചത്. ഇത് പിന്നെ ഉണങ്ങി പൊടിച്ചെടുത്തിട്ട് കുറുക്കാക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബദാമും കശുവണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിങ്ങനെ പിള്ളേർക്ക് പാലിൻ്റെ അകത്ത് കലക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ആക്കിയതാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഉറുമ്പ് കയറിയിട്ടുണ്ടാകും. പക്ഷേ ഇത് വെയിൽ കൊള്ളുമ്പോൾ പൊക്കോളും തോന്നും. ഇതുണ്ടോ ഇവിടുന്ന് അനങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉറുമ്പ് കയറാൻ അമ്മ കമ്മലൊന്നും ഇടാതിരിക്കുന്നത്. കമ്മലിട്ടിട്ടില്ലേ? അയ്യോ എൻ്റെ പകുതി ഗ്ലാമറും പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റാഗി മുളപ്പിച്ചെടുക്കുന്നത്. ഇനി പിന്നെ ഇങ്ങനെ തന്നെയല്ലേ മുളപ്പിച്ചെടുക്കുന്നത്. ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ തോർത്തിൻ്റെ അകത്ത് പൊതിഞ്ഞ് കെട്ടി വെക്കുമായിരുന്നു കേട്ടോ. 2-3 ദിവസം എടുത്തു എനിക്ക് മുളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കാറുണ്ടോ? ഇത് നല്ല റാഗി അല്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ തന്നെയല്ലേ റാഗി മുളപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊന്ന് ഉണങ്ങി എടുക്കട്ടെ. ഉണങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് പോവായിരിക്കും.